കാലമേ നീ തന്നെ സാക്ഷി, കാലം തന്നെ സാക്ഷി. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളല്ല, ദൃഷ്ടാന്തങ്ങളേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഇരുന്ന് ഞാൻ ചിന്തിച്ചതാണ്. എത്ര പേര് ആലോചിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. ഒരു ഇറാൻ്റെ ഉയർന്നു നിൽപ്പ്, ഒരു ചെറുത്ത് നിൽപ്പ് ലോകത്തുണ്ടാക്കിയ ചില ചിന്തനീയമായ സംഗതികളുണ്ട്. അതിലൊന്ന്, ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇറാൻ മുന്നോട്ട് വെച്ച 15 പോയിൻറ്റ്സിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റും പിന്നെ കുഷ്നറും കിച്ചനറും എവിടേക്ക് വരുന്നു? പാകിസ്ഥാനിലേക്ക് വരുന്നു. എന്നിട്ട് ആരോടൊപ്പമാണിരുന്ന് ചർച്ച ചെയ്യുന്നത് ഇറാൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ അരാക്ചി, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്പീക്കറുമായി 15 പോയിൻറ്റിന്മേലുള്ള ചർച്ചയാണ്. റെജിം ചേഞ്ചിന് പോയവരാണ് ഇവരുമായി ചർച്ച ചെയ്യുന്നത്. അതും ചർച്ച ചെയ്യുന്നത് എവിടെ ഇരുന്നാണ്? പാകിസ്ഥാനിലിരുന്ന്. ട്രംപ് നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ വിശ്വഗുരുവിനോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും വിധേയത്വവും ഇഷ്ടവും വിശ്വഗുരുവിനോടാണ്. യുദ്ധത്തിന് തൊട്ടു മുൻപ് പോയി നമ്മൾ ഇസ്രയേൽ പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്തു, ചേർത്ത് പിടിച്ചു, ഹായ് ബെസ്റ്റ് വിഷസ് അടിച്ചു. യുദ്ധം തുടങ്ങിയപ്പോൾ നെതന്യാഹുവിന് വേണ്ടി പലയിടങ്ങളിലും പൂജ നടത്തി, വിശേഷാൽ പ്രാർത്ഥന നടത്തി. അപ്പോൾ ഇത്രയും അടുപ്പവും ബന്ധവും സ്വന്തവുമുള്ള നമ്മുടെ രാജ്യക്കാരോ? നമ്മുടെ രാജ്യത്തെ മന്ത്രിമാരെല്ലാം അറബ് നാടുകളിൽ സന്ദർശനത്തിലാണ്. എവിടെ പോയിരിക്കുന്നു? ഖത്തറിൽ പോയിരിക്കുന്നു, സൗദി അറേബ്യയിൽ പോയിരിക്കുന്നു. എന്താ പ്രശ്നം? ഇന്ധനനില പുറത്തു പറയുന്നത് പോലെയല്ല, കുറച്ച് അപകടകരമാണ്. ഇന്ധനം കൂടുതൽ വേണം, പല സ്ഥലങ്ങളെയും ആശ്രയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. നമ്മൾ എവിടെയായിരുന്നു നമ്മുടെ പൊസിഷൻ? നമ്മുടെ പൊസിഷൻ ഈ ചർച്ചകൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടത്, മധ്യസ്ഥം വഹിക്കാൻ ലോകത്ത് യോഗ്യമായ ഒരു രാജ്യമേ യുദ്ധസമയങ്ങളിൽ ഉണ്ടാവാറുള്ളൂ. അത് ഇന്ത്യ ആകേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഗതി ആയിരിക്കുന്നത് ഇത് 2 സ്ഥലങ്ങളിലാണ്. പലർക്കും സഹിക്കാം, ഇതിൽ പ്രശ്നമൊന്നുമില്ല. നമുക്കൊക്കെ നമ്മുടെ രാജ്യം എത്രമേൽ ഉയർന്നു വരണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ എന്തു ചെയ്യാം? നിർഭാഗ്യവശാൽ ഇനി ഇസ്ലാമാബാദ് ചർച്ച എന്ന പേരിലായിരിക്കും 49 വർഷം തയ്യാറെടുത്ത് ഒരു രാജ്യത്തെ ഉന്മൂലനം ചെയ്ത് ഭരണമാറ്റം വരുത്തി പിടിച്ചെടുക്കാൻ ചെന്നിട്ട് അവസാനം കീറിയ നിക്കറ് തയ്ക്കാൻ, കീറിയ നിക്കറ് മാത്രം ഇട്ട് പരിചയമുള്ള പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ്. ഇതെങ്ങനെ അതിതീവ്ര വിദ്വേഷ സംഖ്യകൾ സഹിക്കും? പടച്ചോനെ, എങ്ങനെ സഹിക്കും? ഒന്നാമത് അറബി രാജ്യങ്ങൾ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളൊക്കെയും അതിഭീകരതയെ ലോകത്ത് പ്രോത്സാഹിപ്പിക്കുന്നവരും ഐസിസ് പോലെയുള്ള സംഘടനകളെ സംരക്ഷിക്കുന്നവരുമാണെന്നാണ് ഇവിടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഖ്യകൾ പഠിച്ചിട്ടുള്ളത്. അവിടേക്കാണ് നമ്മൾ ഇന്ധന ചർച്ചയ്ക്ക് പോയിരിക്കുന്നത്. എണ്ണ തരുമോ എന്ന് ചോദിക്കാൻ. മറുവശത്തോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ചങ്കിൻ്റെ ചങ്കായി കരുതുന്ന, കൽബിൻ്റെ കൽബായി കരുതുന്ന ട്രംപ് ചർച്ച നടത്താൻ നമ്മുടെ കൊടും ശത്രുവായ പാകിസ്ഥാനിലേക്കും എത്തിയിരിക്കുന്നു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, കാലവും ചരിത്രവും സാക്ഷി.